ഞാൻ ഓർക്കുന്നു 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച് വരുമ്പോൾ അന്നത്തെ ആദ്യത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് എന്താണ്? 500 രൂപ 600 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് 1000 രൂപയാക്കി ഉയർത്തും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇടതുപക്ഷം കേരളത്തിൽ വിജയിച്ചപ്പോൾ 2016 ആദ്യത്തെ മന്ത്രിസഭ തീരുമാനിച്ചു ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തണം. പ്രകടന പത്രിക തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് വാങ്ങിക്കാനുള്ള പ്രഹസന പത്രികയല്ല, അത് യാഥാർത്ഥ്യമാക്കി ജനങ്ങൾക്ക് മുന്നിൽ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നയം. പ്രിയപ്പെട്ടവരെ, ആ 500 രൂപയുടെ സ്ഥാനത്ത് ഇന്ന് 2000 രൂപ സാമൂഹ്യ പെൻഷൻ നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് കൈകളിൽ മുടങ്ങാതെ എത്തിക്കാൻ കഴിയുന്നു. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെയും ഇച്ഛാശക്തിയുടെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമവും നടത്തുമ്പോഴും നാം കാണേണ്ടത് അസത്യ പ്രചരണങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വിശദീകരിച്ചാൽ നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങളും, നമ്മുടെ റോഡാകട്ടെ, നമ്മുടെ സ്കൂളാകട്ടെ, നമ്മുടെ ആശുപത്രിയാകട്ടെ, നമ്മുടെ പാലമാകട്ടെ, നമ്മുടെ മറ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളാകട്ടെ, ഇതോരോന്നും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ദൃഢനിശ്ചയത്തോടെ ഇച്ഛാശക്തിയോടെ ഈ ഗവൺമെന്റിനെ നയിച്ചത് സഖാവ് പിണറായി വിജയനാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ മന്ത്രിസഭ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തുന്നതിന് തീരുമാനമെടുത്തതും അത് നടപ്പിലാക്കിയതും ഈ സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭ തീരുമാനമെടുത്തത് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കും എന്നുള്ളതാണ്. അതിദരിദ്രരില്ലാത്ത കേരളമായി നമ്മുടെ കൊച്ചു കേരളം മാറും എന്നുള്ളതാണ്. 3.5 കോടി ജനങ്ങളുള്ള ഈ കൊച്ചു കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറ്റിയത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം, ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തുടരണമോ? ഇത്തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി നമുക്ക് സാധ്യമാക്കണമോ? അങ്ങനെ വേണമെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരേണ്ടതായിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വികസനങ്ങൾ നോക്കൂ. നമ്മുടെ ആറന്മുളയെ നോക്കൂ. നമ്മുടെ 12 പഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റി 13 തദ്ദേശ സ്ഥാപനങ്ങളിലും മുക്കിലും മൂലയിലും ജനങ്ങൾ ആവശ്യപ്പെടുന്ന, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്ന, നിങ്ങൾ നേതൃത്വം നൽകിയ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഇനി കാര്യങ്ങൾ നമുക്ക് തുടർന്നു കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി, അത് പെൻഷനാകട്ടെ, നമ്മുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതികളാകട്ടെ, മറ്റു പ്രവർത്തനങ്ങളാകട്ടെ, കൂടുതൽ മികവോടുകൂടി കൂടുതൽ ശക്തമായി നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം എല്ലാവരോടും നമുക്ക് അഭ്യർത്ഥിക്കാം. നമ്മുടെ ഈ പൊതുസമൂഹത്തോട് കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ വച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഒന്നും ചെയ്യാത്തവർ. ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പത്തനംതിട്ടയിൽ 20 വർഷമായിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് തറക്കല്ലിടുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു തൂണ് ഉയർത്താൻ അതിന് ശ്രമം നടത്തിയവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഒന്നാന്തരമായി 9 ലൈൻ സിന്തറ്റിക് ട്രാക്കോടുകൂടി ഒളിമ്പിക് മാനദണ്ഡ പ്രകാരമുള്ള നീന്തൽക്കുളവും അതോടൊപ്പം 9 ലൈൻ സിന്തറ്റിക് ട്രാക്കും മറ്റു ഗാലറിയും ഒക്കെ യാഥാർത്ഥ്യം ആയി കഴിഞ്ഞിരിക്കുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സത്യം സംസാരിക്കട്ടെ. സത്യം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ സമൂഹത്തോട് അഭ്യർത്ഥിക്കാം, നമുക്ക് കൈകൾ കോർത്തുപിടിക്കാം. കേരളത്തിൽ വികസനം യാഥാർത്ഥ്യമാകുന്നതിനും അതിന് തുടർച്ചയുണ്ടാകുന്നതിനും ഇവിടെ ഇടതുപക്ഷം വിജയിക്കേണ്ടത് അനിവാര്യതയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആറന്മുള നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടാകേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന ക്ഷീണമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്
മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിക്കുന്നതിനും ആറന്മുളയിൽ നമുക്ക് അഭിമാനത്തോടെ ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 2026 ഏപ്രിൽ മാസം 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം വരുമ്പോൾ ഇവിടെ ചെങ്കൊടി ഉയരട്ടെ, അതിനുവേണ്ടി നമുക്ക് അക്ഷീണം പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹൃദയാഭിവാദ്യങ്ങൾ.